എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം വർക്കല എസ് എൻ കോളേജിൽ പൂർത്തിയായി. 1983 അതായത് 83 ഡിഗ്രി വിദ്യാഭ്യാസം മാത്തമാറ്റിക്സ് മെയിൻ. അത് 83 വർക്കല എസ് എൻ കോളേജിൽ പൂർത്തിയാക്കുമ്പോൾ കോളേജ് ഫസ്റ്റ്, ഡിസ്റ്റിങ്ഷൻ, 89% മാർക്കോടുകൂടി പാസ്സായി. തുടർ വിദ്യാഭ്യാസം എങ്ങനെ? അങ്ങനൊന്നും ഞാൻ ബോധേഡായിരുന്നില്ല. പക്ഷേ എൻ്റെ ഫാദർ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് രാജഗോപാൽ തിരുവനന്തപുരത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടും സൗഹൃദവും അദ്ദേഹത്തിൻ്റെ കരുതലും എനിക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും വിമൻസ് കോളേജിലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞു. MSc മാത്തമാറ്റിക്സ് യൂണിവേഴ്സിറ്റി കോളേജിൽ MSc മാത്തമാറ്റിക്സ് അലോട്ട് ചെയ്തു വന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് സമയമായി. ഇൻ്റർവ്യൂവിന് പോകേണ്ട ദിവസമായി. ഞാനും ഫാദറും രാജഗോപാൽ സാറിൻ്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. ആദ്യത്തെ തിരുവനന്തപുരം യാത്ര. വർക്കലയ്ക്കപ്പുറം ഞാൻ എങ്ങും കണ്ടിട്ടില്ല. എൻ്റെ നാട്ടിൽ നിന്ന് വർക്കല വരെ, അത് കഴിഞ്ഞാൽ വർക്കല നിന്ന് വേറെ എങ്ങോട്ടും പോയിട്ടില്ലാത്ത കാലം. ആദ്യത്തെ തിരുവനന്തപുരം യാത്ര അത്ഭുതത്തോടെ എല്ലാം നോക്കിക്കണ്ടു. യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിൽ ബസ്സിറങ്ങി നടന്ന് കോളേജിലെത്തി. ഇൻ്റർവ്യൂവിന് ധാരാളം പേർ കാത്തു നിൽപ്പുണ്ട്. പല വിഷയങ്ങളിലായുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. പ്രിൻസിപ്പൽസ് ചേംബറിന് മുന്നിൽ ഞാനും ഫാദറും കാത്തു നിന്നു. സാർ ഞങ്ങളെ എവിടെ ആക്കിയിട്ട് ജോലിക്കും പോയി. അങ്ങനെ ഇൻ്റർവ്യൂവിന് കാത്തു നിന്ന് കുറേ സമയം നിന്നപ്പോൾ ഫാദർ എന്നെ വിളിച്ചിട്ട് ആ ബോർഡ് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ബോർഡിൽ എഴുതിയിരിക്കുന്നത് പ്രൊഫസർ നബീസ ഉമാൾ. ഞാനൊന്ന് അത്ഭുതപ്പെട്ടു. നല്ല വായിക്കാൻ, ഇംഗ്ലീഷും മലയാളമൊക്കെ നന്നായിട്ട് വായിക്കാനും എഴുതാനും അറിയാവുന്ന ആൾ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വായിക്കാൻ പറഞ്ഞു എന്ന് ഞാനിങ്ങനെ അന്തം വിട്ടു നിന്നു. അപ്പോൾ വീണ്ടും പറഞ്ഞു, ആ ബോർഡ് വായിക്കുക. ഞാൻ പ്രൊഫസർ നബീസ ഉമാൾ, അല്ല അതിൻ്റെ താഴെ എഴുതിയേക്കുന്നത് കൂടെ വായിക്കും, പ്രിൻസിപ്പാൾ. ഞാൻ വായിച്ചു പ്രിൻസിപ്പാൾ. അപ്പോൾ പറഞ്ഞു, പ്രൊഫസർ നബീസ ഉമാളിനെ പോലെ പ്രിൻസിപ്പളായി ഭാവിയിൽ വരണം, അതിനനുസരിച്ച് പഠിക്കണം, വെറുതെ പഠിച്ചാൽ പോരാ, അതുപോലെ ആകാൻ പഠിക്കണം എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു. പിൽക്കാലത്ത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പാൾ ആയില്ലെങ്കിലും അതിനോടൊപ്പം കിടപിടിക്കുന്ന, അതിനോടൊപ്പം മെറിറ്റുള്ള വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പാളാകാൻ പറ്റി. ദൈവാധീനം, അദ്ദേഹത്തിൻ്റെ ആത്മാഭിലാഷം അവിടെ സാക്ഷാത്കരിച്ചു. ആ ജൈത്രയാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പാഠങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെ മക്കളെ, നമ്മുടെ രക്ഷിതാക്കൾ പഠിക്കാൻ കൊണ്ടാക്കുമ്പോൾ എനിക്ക് നേടാൻ കഴിയാത്തത്, എനിക്ക് പഠിക്കാൻ കഴിയാത്തത്, എനിക്ക് നഷ്ടം വന്നുപോയതൊക്കെ നേടിയെടുക്കണമെന്നുള്ള അഭിവാഞ്ചയോടുകൂടിയാണ് പേരൻസ് മക്കളെ പഠിക്കാൻ കൊണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഫാദറും അതുപോലെ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് കുറച്ചൊക്കെ വിദ്യാഭ്യാസം കിട്ടിയെങ്കിലും ഒരു ഉദ്യോഗമോ അല്ലെങ്കിൽ തുടർ വിദ്യാഭ്യാസമോ പറ്റിയില്ല. പക്ഷേ എൻ്റെ മക്കൾ അത് പഠിച്ചെടുക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ആത്മഗതം അന്ന് എന്നോട് പറഞ്ഞു. തുടർന്ന് എന്നെ സംബന്ധിച്ച് ഇതൊന്നും കയ്യിൽ ഒതുങ്ങുന്നതോ ചിന്തിക്കാവുന്നതോ പറ്റിയ ഒരു കാര്യമേ ആയിരുന്നില്ല. ഞാൻ ഭാവിയിൽ പ്രിൻസിപ്പളാകുമെന്നോ ഭാവിയിൽ അധ്യാപികയാകുമെന്നോ, ഞാനും എൻ്റെ ടീച്ചേഴ്സിനെ പോലെ ഞാനും ഒരു ടീച്ചറാകുമെന്നോ ഒന്നും ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടുമില്ല, ആലോചിച്ചിട്ടുമില്ല. എനിക്കത് ചിന്തിക്കാനും കഴിയത്തില്ലായിരുന്നു. അതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ചിന്താഗതി, എനിക്കങ്ങനൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ മെറിറ്റ്, എനിക്ക് PSCയിൽ ജോലി കിട്ടി. അവിടെ നിന്നുകൊണ്ട് പ്രൊമോഷനും എല്ലാം നേടി. പ്രിൻസിപ്പൽ പ്രൊമോഷനാണ്, കുറേ മാനദണ്ഡങ്ങൾ കൂടി വേണം, അതെല്ലാം പാസ്സായി പ്രിൻസിപ്പളായി. എൻ്റെ ഫാദറിൻ്റെ അഭിലാഷങ്ങൾ നിറവേറ്റി. ഞാനും യൂണിവേഴ്സിറ്റി കോളേജിനൊപ്പം പോകുന്ന കോളേജിൽ പ്രിൻസിപ്പളായിട്ട് 1.5 കൊല്ലം ഇരിക്കാൻ പറ്റി. യൂണിവേഴ്സിറ്റി കോളേജിലും കിട്ടുമായിരുന്നു. അതിനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കവേ തന്നെ എന്നെ പരിഗണിക്കുന്നു എന്നറിഞ്ഞു. ആ പരിഗണന അങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയുന്നതിനോടൊപ്പം തന്നെ എൻ്റെ അടുത്ത പ്രൊമോഷൻ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വന്നു. അങ്ങനെ ഞാൻ കയറാവുന്ന ഉയരങ്ങളിലൊക്കെ കയറി പറ്റണമെന്നോ മനസ്സാ ഉറച്ച് യൂണിവേഴ്സിറ്റി കോളേജ് പ്രിഫർ ചെയ്തില്ല. ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടർ പോസ്റ്റ് എടുത്തു. പക്ഷേ മനസ്സിലൊരു നിരാശയുണ്ടായിരുന്നു. ഞാൻ പഠിച്ച കോളേജാണ്. എനിക്ക് വളർന്ന് അന്നത്തെ എൻ്റെ അധ്യാപകർക്കൊപ്പം
എൻ്റെ പ്രിൻസിപ്പാളിനൊപ്പം എനിക്കും എത്തണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിനു മുമ്പ് അടുത്ത പ്രൊമോഷൻ വന്ന് പിന്നെ അത് ഓപ്റ്റ് ചെയ്തു. അങ്ങനെ അങ്ങോട്ടങ്ങ് പോയി. അങ്ങനെ ഒരു വിദ്യാർത്ഥിയായിട്ട് ഒരു കോളേജിൽ ജോയിൻ ചെയ്തു. ഒരു പ്രിൻസിപ്പാളിൻ്റെ മുൻപിൽ ഒരു വിദ്യാർത്ഥിയായിട്ട്, ഒരു അപേക്ഷകയായിട്ട് ചെന്ന് ജോയിൻ ചെയ്തു. അവിടുത്തെ അധ്യാപകർക്കൊപ്പം ഞാനും വളർന്നു വലുതായി. ഭാവിയിൽ ആ പ്രിൻസിപ്പാളിനൊപ്പം എനിക്കും ചെന്നെത്താൻ കഴിഞ്ഞു. അത്രയും ദൂരം വിധിയോ ദൈവാധീനമോ ഭാഗ്യമോ പരിശ്രമഫലമോ അതോ എല്ലാം കൂടിയോ ഞാനും അവിടം വരെയൊക്കെ എത്തപ്പെട്ടു. ഇത് എല്ലാ പേർക്കും കയ്യെത്താവുന്ന അല്ലെങ്കിൽ അനുഭവിക്കാവുന്ന, നേടിയെടുക്കാവുന്ന ഒരു വിജയം. പരിശ്രമിക്കുക. അതിൻ്റെ പുറകിൽ ഒരുപാട് പരിശ്രമമുണ്ട്. അതിനാവശ്യമായ ക്വാളിഫിക്കേഷൻസ് നാം നേടണം. അതിനാവശ്യമായ സർവീസ് വേണം. ഏത് സർവീസിലാണെങ്കിലും ഉന്നതങ്ങളിലേക്ക് പോകാൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻസ് അപ്പോഴപ്പോഴും പാസ്സാകാൻ പരിശ്രമിക്കണം. സർട്ടിഫിക്കറ്റുകൾ വാങ്ങി സൂക്ഷിച്ചു വെക്കണം. അടുത്ത പ്രൊമോഷന് ഓരോന്നും നമുക്ക് ആവശ്യമായി വരുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് അർഹതപ്പെട്ട നമ്മുടെ പ്രൊമോഷനുകൾ നേടിയെടുക്കാൻ പരിശ്രമിക്കണം. ഇതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്.